ഹൈക്കമാൻഡ് കുറേ അവധാനതയോടെ തീരുമാനിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ, അതാണ് ഉദ്ദേശമെങ്കിൽ, ഈ കാത്തിരിപ്പ് അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ഇനി കോൺഗ്രസ് നേരിടേണ്ടി വരിക. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഉറപ്പായും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോഴുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ ബോധ്യം ഹൈക്കമാൻഡിനുണ്ട്, ദേശീയ നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അതും വലിയൊരു പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ തിരിച്ചടികളിൽ നിന്ന് പതുക്കെ ഒന്ന് നിവർന്ന് നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു തിരിച്ചുവരവ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ മട്ടിലൊരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് സംശയിക്കാം. കാരണം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതു സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ അതാണ് അവസ്ഥ. അപ്പോൾ കേരളം എന്നത് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഇപ്പോഴും BJPയോട് നേരിട്ട് എതിർക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്രദേശം കൂടിയാണ് കേരളം. അതുകൊണ്ട് കേരളം ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവധാനതയോടെ അവർ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടുത്തെ നേതാക്കളെല്ലാം പരസ്പരം തമ്മിൽ തെല്ലുന്ന ഒരവസ്ഥ ഇനി അവരെ സംബന്ധിച്ച് ആലോചിക്കാവുന്നതല്ല. അപ്പോൾ അങ്ങനെ ഇനി തെരുവിൽ ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീർച്ചയായും ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ പോനാൽ പോകട്ടും പോടാ, ഇത് ഈ പറഞ്ഞതുപോലെ ഒരു പടവലങ്ങ വലിപ്പത്തിലൊരു കേരളമല്ലേ ഉള്ളൂ, അത് പോകുന്നേ പോട്ടെ എന്ന് തീരുമാനിക്കാവുന്ന അവസ്ഥ തൽക്കാലം ഇല്ല. എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി ഇവിടെയാണ് മത്സരിക്കുന്നത് കേരളത്തിൽ. ആ ഉറപ്പ് പറയാൻ കഴിയുമോ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഇവിടെ വന്ന് മത്സരിക്കില്ല എന്ന്? അതായത് എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യം മാറിമറിയുക എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കോൺഗ്രസ് അതിനെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വലിയ പ്രതീക്ഷയ്ക്ക്, തൊട്ടടുത്ത് വലിയ പ്രതീക്ഷയ്ക്കുള്ള ഒരു സാധ്യത തൽക്കാലമില്ല എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കും അതുതന്നെയാണ് തോന്നുന്നത്.